ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഖത്തറിലേക്ക് എത്തിയിട്ട് ആദ്യത്തെ ദിവസമാട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് എന്താ വെച്ചാൽ ഇപ്പം മിഞ്ഞാന്നെത്തി. ആകെ ക്ഷീണം ടയേർഡൊക്കെ ആയിരുന്നു മൊത്തത്തിൽ. ഫ്ലൈറ്റിലൊന്നും ഉറക്കം ശരിയായില്ല. അപ്പോൾ ഇന്നലെ പിന്നെ എങ്ങോട്ടും പോയില്ല, ഫുൾ അങ്ങനെ ആയിട്ടിരുന്നത്. അപ്പം ഇനിയിപ്പോൾ 2 ദിവസമായില്ലേ ഫുള്ള് പുറത്തുനിന്ന് തന്നെ ഭക്ഷണമൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഭക്ഷണം ഉണ്ടാക്കുകയൊക്കെ സെറ്റാക്കുകയൊക്കെ വേണമല്ലോ. അപ്പം ഞാനിന്ന് ഷോപ്പിങ്ങിന് പോകണം. പിന്നെ ഉച്ചയ്ക്ക് എന്തായാലും ഫുഡ് പുറത്തുനിന്നാണ്. പിന്നെ ഇന്ന് ഷോപ്പിംഗ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ ഐബൂനൊന്ന് പാർക്കിൽ കൊണ്ടുപോകണം. അപ്പോൾ അതൊക്കെ ഇന്നത്തെ പരിപാടി ഉദ്ദേശിക്കണേ. അപ്പോൾ നിങ്ങൾ വ്ളോഗ് മുഴുവനായിട്ട് കാണാം കേട്ടോ. ആ ഫസ്റ്റ് ഒരു വായിക്കുന്നതിന് ഓർക്കണ്ടേ. ബീഫുണ്ട്, ബീഫുണ്ടാ. ബീഫ് വേവിച്ച് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്, മറ്റേതും കൊടുക്കുന്നുണ്ട് ഒരേപ്പിച്ചത്. മീൻ ഇപ്പൊ വേണ്ട, കാരണം ചെമ്മീൻ ഉണ്ട് ഫസ്റ്റ് പീസ് ആയിരുന്നു. തൈര് മറ്റേത് നെയ്ച്ചോറിന്റെ സാധനങ്ങൾ പട്ട ഗ്രാമ്പ് വിലക്ക്. അപ്പം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകണാട്ടി മുമ്പ് ലിസ്റ്റ് ഇടുന്നതായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ മേടിക്കില്ല. അപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും വേണം. അപ്പോൾ നമ്മൾ മറക്കാണ്ടിരിക്കാൻ ലിസ്റ്റ് ഇട്ട് പോകേണ്ടി മേടിക്കണം. ഞങ്ങൾ പിന്നെ ഷോപ്പിംഗ് ലിസ്റ്റ് ഇട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ അപ്പുറം മേടിച്ച് കൂട്ടും. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ. ഇനി ബാക്കി കാണാം കേട്ടോ. അപ്പോൾ പോകുമ്പോൾ അങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിച്ചിട്ട് പോയിട്ടെ. ഐബു നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവൻ ആദ്യം ഫ്രണ്ടിലേക്ക് പോകാൻ നോക്കി. പിന്നെ ഷാമയൊക്കെ ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ഡാൻസൊക്കെ കളിച്ച് മൈൻഡ് മാറ്റി അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് ഒറിക് സെക്ടർ എന്നുകൊണ്ട് നമുക്ക് എപ്പോഴും പോകാൻ ഇഷ്ടമുള്ളൊരു ഹോട്ടലായിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാൻ വിചാരിച്ചു. എന്താ ചെയ്യണേ ഐബൂസ്? എന്താ തിന്നണേ? എന്ത് ഇതെന്താ? ഫ്രഞ്ച് ഫ്രൈസും പിന്നെന്താ? അൽഫാം, ഫ്രഞ്ച് ഫ്രൈസ്. ഞാൻ ഉച്ചക്കത് ഇഷ്ടമില്ലാത്തോണ്ട് ബിരിയാണി. ഇതെന്താ? പപ്പന് ഫ്രഞ്ച് ഫ്രൈസ് നോ പറയുമ്പോ സാരല്ല. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? എന്ത് ചിക്കനാ? ഫ്രഞ്ച് ഫ്രൈസും പിന്നെ എന്താ വേണ്ടേ? ചിക്കൻ. എന്ത് ഇപ്പൊ എന്തിലിരിക്കണേ? എന്തിലിരിക്കണേ? ഫ്രഞ്ച് ഫ്രൈസാ? ചിക്കൻ തരും അമ്മക്ക്? നോ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി. മൂപ്പരാൾ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് കേട്ട് അങ്ങോട്ട് തിന്ന് മറിക്കണ പോലെ ഒക്കെ 2-3 പീസ് തിന്ന് അവിടെ നിർത്തും ഫ്രഞ്ച് ഫ്രൈസ് എന്തായാലും. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും ഡാൻസിങ് പാട്ടൊക്കെ ആയിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ വെച്ച്. അപ്പോൾ അവിടെ ഷോപ്പിങ്ങിന് കറക്റ്റ് എത്തുമ്പോഴത്തേനും മൂപ്പരാൾ ഉറങ്ങിയിട്ടാ. സമയമായിണ്ടെന്ന് ഉറങ്ങണ്ട്. നമുക്ക് സുഖമായി ഷോപ്പ് ചെയ്യാൻ പറ്റി. അങ്ങനെ കടയൊക്കെ എത്തിയ ശേഷം എന്തൊക്കെ വേണ്ടതെന്ന് ആദ്യം ഇങ്ങനെ നോക്കിയിട്ടാ. പിക്കധികം മേടിച്ച് സാധനങ്ങൾ പരിചയമില്ലാത്തതുകൊണ്ട് ഷാമയൊക്കെ ചോദിച്ചിട്ട് എവിടെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇങ്ങനെ അങ്ങോട്ട് കൂടെ നോക്കിയിട്ട് ചീറി പറഞ്ഞ് നടന്നിട്ട് അങ്ങനെ മേടിക്കട്ടെ ഞങ്ങൾ. റാസിന്റെ മേലെ 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 അതിന്റെ ഉലുവ എടുത്തു പറഞ്ഞു. പക്ഷെ കുറവല്ലാട്ടെ കുറവൊക്കെ ഏകദേശം ഒന്ന് തന്നെ. പിന്നെ സാധ്യത എടുത്തോ, അടുത്തോ. സോസേജ് അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഇതാ ഇവിടെ ഈ സൈഡിൽ.
സാധ്യ നോക്കട്ടെ അങ്ങോട്ട് കാണിക്കും. അതിനെ ഓരോ ഉണ്ട്. പിന്നെ എന്ത് മേടിക്കുമ്പോഴെങ്കിലും ഷാമിയക്കട് ചോദിച്ചിട്ട് മേടിക്കരുത്. കാരണം എനിക്ക് അങ്ങനെ മേടിച്ച് പരിചയമില്ല. ഷാമിയക്കാണ് മേടിക്കുക. അപ്പോൾ ഓരോന്നൊക്കെ ചോദിച്ച് നോക്കി അങ്ങനെ മേടിക്കായിരുന്നു ഞാൻ. നമ്മൾ പിന്നെ ലിസ്റ്റുള്ള കാര്യങ്ങളൊന്നും നോക്കാണ്ട് ജ്യൂസ് മറ്റേത് മറിച്ചതൊക്കെ ഞങ്ങളെ പരിപാടി. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ജ്യൂസ് ലേസ് തിന്നാനുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നും എടുക്കും. അതിൻ്റെ അപ്പുറത്ത് കയറ്റ് ലിസ്റ്റുള്ള സാധനങ്ങളല്ലാണ്ട്. ഏതായാലും കുഴപ്പമില്ല. സോൾട്ട് ഇല്ലാത്തല്ലേ നല്ലത്. അതുപോലെ ബ്രെഡ് നമ്മൾ മറന്നു, ബ്രെഡ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മള്. ഫ്ലോർമോൺ മുട്ട വേണം. ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കാൻ ഫസ്റ്റ് ഒന്നും എന്തായാലും ഉണ്ടാക്കൂല, കുറച്ച് ദിവസം ഉണ്ടാക്കൂല. മുട്ട എടുത്തു. മുട്ട നല്ലത്. സ്ട്രോബെറി ഒക്കെ കൊടുക്കണം. പക്ഷെ അവനാകെ പറഞ്ഞു മേടിച്ചോ, അവൻ കാണാണ്ട് തിന്നെ. അവനക്ക് കൊടുക്കാറുണ്ട്. പീച്ചേന്റെ കളയും. ഇവിടെ ഇങ്ങനെ തണ്ണിമത്തണ്ടല്ലേ. ആ പ്രൂൺസ് കഴിച്ചു കൂടെ. ഇതാണോ പ്രൂൺസ്? അല്ല അല്ലേ. വേപ്പിൻ്റെ മേടിച്ചു. മല്ലിച്ചപ്പൂതിന് ആവശ്യമുള്ള മേടിച്ചപ്പോൾ നാശവും. 2-3 ദിവസം കണ്ടിട്ടുണ്ടാക്കുള്ളൂ. വെറുതെ ഉള്ളി ഇതൊക്കെ എടുത്തോ. പിന്നെ അങ്ങനെ മെല്ലെ ഷാമിയക്കൊക്കെ വിട്ടിട്ട് ഞാൻ കാര്യങ്ങൾ. കാരണം എന്താ വെച്ചാല് ഞാൻ എടുക്കുമ്പോൾ ഷാമിയക്കോട് ചോദിച്ച് എടുക്കുമ്പോൾ നേരം വൈകുകയും ചെയ്യണത്. പിന്നെ ഷാമിയക്ക ആകുമ്പോൾ ഷാമിയക്കൊക്കെ എടുത്ത് പരിചയമുണ്ട്. പിന്നെ ഞാൻ ചോദിക്കാനായിട്ട് വന്ന് ഷാമിയക്കായിട്ട് എടുത്തുകൂടെ വിചാരിച്ചിട്ട് അങ്ങനെ ഷാമിയൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് ഷാമിയൊക്കെ കൈമാറിയിട്ട് സംഭവം മതി. എനിക്ക് മറ്റേ സാധനം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. പിന്നെ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ അധികമൊന്നും വേണ്ട. പക്ഷെ ഇതിനെക്കാട്ടി നല്ലത് ചെറുതല്, ചെറിയതല്ല. നല്ല വലിയ പച്ചമുളക് ഞാൻ വെക്കാം. ഇതുണ്ട്. തീർത്തു എന്തിനിഞ്ചിയ പപ്പ അത് സ്വീറ്റ് പൊട്ടേറ്റോ 2 മതിട്ട് തിന്നോ നോക്കാൻ വേണ്ടിട്ട്. പപ്പ 2 മതിട്ട് തിന്നില്ലെങ്കിൽ പിന്നെ വെറുതെ വേസ്റ്റ്. ഒന്ന് വലുത് മതി. എന്ത് വേണ്ടായി പൂനെ യൂഷോ പപ്പ എടുത്തിട്ട് വരൂ കേട്ടോ. ആകെ കുറേ സാധനങ്ങളോട് ഇനിയുമുണ്ട്. ഫസ്റ്റ് പർച്ചേസ് ആയതുകൊണ്ടാണ് ഇത്ര അധികം. പിന്നെ നമ്മൾ വീക്കിലി ആവശ്യമുള്ള മാത്രമല്ലേ വാങ്ങുള്ളൂ അല്ലേ. ഒരു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങാനുണ്ട്. ജോഷി അയ്യോ ഇഷ്ടയാ? ശരിക്കും വെച്ചു കൊടുക്ക്. ചെറിയുള്ളി പക്ഷെ ഭയങ്കര ചെറുതാ. തോലുകളെ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ചെറുതാണേ. കണ്ടോ? കുറച്ച് വലുത് പോത്ര. ചാടല്ലേട്ടോ അവിടെ ഇരിക്കട്ടാ. അവിടെ ഉണ്ട് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കും. കുറച്ച് വലുത് പോത്ത് എടുക്കട്ടോ. അത്ര എടുക്കണ്ട, ആവശ്യമുള്ള എടുത്താൽ മതി. ഹലോ അവിടെ ഷമാം മേടിച്ചോണ്ടിരിക്കുന്നു. ലിസ്റ്റ് നോക്കിയിട്ട് ആവശ്യമില്ലാത്ത വെട്ടിക്കളയാം. ലിസ്റ്റിൽ എന്തൊക്കെ എടുത്തില്ല നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കായപ്പൊടി എടുത്തിട്ടില്ല കേട്ടോ, രസപ്പൊടി എടുത്തിട്ടില്ല, തൈരൊക്കെ എടുത്തിട്ടുണ്ട്.
ഇല്ലാത്ത വീട്ടിൽ കൂടെ ഉണ്ട്. എവിടെ ഉണ്ട് മറ്റാളവിടെ ഇരുത്തിയേക്ക്. പപ്പ നോക്കിക്കൊണ്ടിരിക്കേ. ഒന്നും ഇവിടെ കാണാനില്ല. അതിന് നോക്കണ്ട, അത് നടക്കണ്ട. അവിടെ കായപ്പൊടി രസപ്പൊടി ഒക്കെ എടുക്ക്. ബ്രെഡ് എടുക്കട്ടെ? ബ്രെഡ് ഒന്നല്ല, അത് കേക്ക്. ഇങ്ങോട്ട് വാങ്ങിട്ട് വാ. എന്തൊക്കെയാണ് ഫ്രിഡ്ജ് വെക്കാനുള്ള സാധനങ്ങള്? തക്കാളി അങ്ങനത്തെ ഒക്കെ. ഗോതമ്പൊടി, അരിപ്പൊടി, മൈദയും പിന്നെ മറ്റേത് ഈ രസപ്പൊടിയും കായപ്പൊടിയും മാത്രമേ വാങ്ങുന്നുണ്ട്. ബാക്കിയൊക്കെ ഒരുവിധം എടുത്തേക്കാം. ഐബൂന് പീനട്ട് ബട്ടർ കുടിക്കാൻ വല്ലത്. മരുന്നല്ല, മരുന്ന് ഏതിലെടുക്ക്. വാവ്, വണ്ടർഫുൾ. പെട്ടി നിറയെ സാധനങ്ങളുമായി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. മിക്സി വേണമായിരുന്നു, മിക്സി മേടിച്ചു, പാത്രം മേടിച്ചു, എല്ലാം സെറ്റാണ്. ഇനി ഞങ്ങൾ തിരിച്ചു പോയി. ശ്യാമക്ക് 2 നീല ലേസ് മേടിച്ചേ. സദാമാനമായി. അങ്ങനെ സാധനങ്ങൾ മേടിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പാർക്കിൽ പോയിട്ട്, തുമാമയിലാണ് ഞങ്ങൾ താമസിക്കണേ. അവിടെ തന്നെ ഒരു ഫാമിലി പാർക്കുണ്ട്. അപ്പം അങ്ങോട്ട് പോയി. അപ്പം ഐബൂന് രാവിലെ തന്നെ പാർക്കിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലായിട്ട് മൂപ്പരാൾ പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകണ്ടായിരുന്നു. കാറ്റുണ്ടല്ലേ, സുഖമുണ്ട്. ചൂട് മാറി തുടങ്ങിയില്ലേ. പാർക്ക് എന്തായി പോവാ? പാർക്ക് ഓടണോക്കെ. അതാ ദം വീഴൂല. പാമ്പിച്ചില്ല, തവള. അവനാ കുട്ടികളെ കാണിച്ചു. കുട്ടികളെ അടുത്ത് കൊണ്ടുപോയി. ഇതിനുള്ളിൽ കൂടെ മമ്മോടെ പിടിക്കാം. വായോ, മാമ പിടിക്കാം. വായോ, അങ്ങോട്ട് വാ. ആയിപ്പോ അങ്ങോട്ട് വാ. വായോ, വാ, മാമ പിടിക്കവാ. ആ, ഇരിക്കേ. ഇങ്ങോട്ട് വാ. വാടാ, മാമ പിടിക്കവാ. വാ പിടിക്കേ. ഇരിക്കേ. വാ ആദ്യം ചെന്നപ്പോൾ പാർക്കിൽ ആദ്യമായിട്ട് കളിക്കണേൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റൊക്കെ കാരണം ആദ്യമായിട്ടല്ലേ പോകണം. അപ്പം മെല്ലെ ഇങ്ങനെ ഒരുക്കിയിരുന്ന് നമ്മൾ വേണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മൂപ്പരാൾ തന്നെ ഒറ്റക്ക് ഓടലും മറ്റേമ കയറലും ആളുടെ ട്രാക്കിലായി. സുഖമായിട്ട് ഒറ്റക്ക് ഓടലും അയിമൊക്കെ ഒരുക്കി പാലത്തുമൊക്കെ അവനെ ഒറ്റക്ക് കയറലൊക്കെ ആയിരുന്നു. മറ്റേ സ്റ്റെപ്പ് മുക്കറ് കയറ്, അതിൽ കൂടെ കയറ്. ഓക്കെ, ആ കൈ അടിച്ചു. പിന്നെ പാർക്കിലൊക്കെ പോയപ്പോൾ ഇക്കും അവനക്കൊക്കെ ഒരു മൈൻഡ് റിലാക്സ് ആയിട്ട്. കാരണം വന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു 2 ദിവസം. എല്ലാവരും വിട്ട് പോകുന്നതിൻ്റെ ഇക്കൊരു ഇടങ്ങറുണ്ടായിരുന്നു. ശിവൻ കളിക്കണൊക്കെ കണ്ടപ്പോൾ ഞാനും ഹാപ്പിയായി. ഗായ്സ്, ഇന്നത്തെ വ്ളോഗൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഖത്തറത്ത് ഫസ്റ്റ് ഡേത്തെ ഒരു വ്ളോഗായിരുന്നു. അപ്പോൾ അങ്ങനെ പാർക്കിലൊക്കെ പോയി അവസാനിച്ച് ഇനി വീട്ടിൽ കയറട്ടെ. ഇനി അടുത്തതിൽ ഞാൻ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്യണ വ്ളോഗായിട്ട് വരാം. അതായത് ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും കുറേ സെറ്റപ്പൊക്കെ ആക്കാണ്ട്. അപ്പോൾ അടുത്ത ആ വ്ളോഗായിട്ട് കാണാം.
അപ്പോൾ ഇത്രയുള്ള നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.